അഭ്യാസങ്ങൾ നിറകയ്യടി നേടുമ്പോഴും ആ ഹൃദയങ്ങളിൽ ചില നോവുകളുണ്ട്. അക്ഷരങ്ങളെ പരിചയമില്ലാത്ത അഭ്യാസങ്ങളെ മാത്രം കൂട്ടുപിടിച്ച തെരുവിലെ കലാകാരന്മാർ. വീടെന്നത് മാജിക് കൂടാരവും സർക്കസ് ക്യാമ്പുകളും മാത്രം. ആ നോവുകളിൽ വീടൊരുക്കാൻ ശ്രമിച്ചിട്ടും എങ്ങുമെത്താതെ തകർന്ന് സ്വപ്നമായി നിലകൊണ്ടു. ചിരിപകരുന്ന ഇവരിൽ പലരുടെയും ജീവിതം വേദിയിൽ അഭ്യാസം പാളി കല്ലേറുകൊണ്ടവന്റെ വേദനയിലാണ്. ഇവർക്ക് ആശ്വാസക്കൂടാരമൊരുങ്ങുകയാണ് തിരുവനന്തപുരം മാജിക് പ്ലാനറ്റിന് സമീപം. ഈ നല്ല സംരംഭത്തിന് ചുക്കാൻ പിടിക്കുന്നത് മാജിക് അക്കാദമിയാണ്. മാന്ത്രികൻ ഗോപിനാഥ് ഉദ്ഘാടനം നൽകിയ ഭൂമിയിലാണ് ആർട്ടിസ്റ്റ് വില്ലേജ് ഒരുങ്ങുന്നത്. ഇത്തരമൊരു ഭവന പദ്ധതി ഇതിലൂടെ നമ്മളൊരു 21 വീടുകൾ ഇവിടെ ഉണ്ടാക്കിയിട്ട് ആ വീടുകളിൽ ഇത്തരം ആർട്ടിസ്റ്റുകൾ നമ്മൾ താമസിപ്പിക്കുകയും അവരുടെ കുടുംബത്തോടു കൂടി താമസിപ്പിക്കുകയും അവർ താമസിക്കാൻ വേണ്ടി സംവിധാനം ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് പഠിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ കലാകാരന്മാർക്കുള്ളൊരു ഈ സമൂഹത്തിലുള്ള ഒരു വില എന്താണെന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുക. അതാണ് അതിൻ്റെ ലക്ഷ്യം. ഈ നന്മയ്ക്ക് ഹൃദ്യമായ ആശംസകളുമായി ഗായിക KS ചിത്രയും ഒപ്പമുണ്ട്. മജീഷ്യൻസിന് എല്ലാവർക്കും താമസ സൗകര്യം അവർക്കൊരു വീട് പോലെ വെച്ച് കൊടുക്കാനുള്ള ഒരു തീരുമാനത്തിന് ഞാൻ പൂർണ്ണമായിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം. ഇത് ചെയ്ത അദ്ദേഹത്തിന് എല്ലാം ദൈവം കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ നശിച്ചു പോയിക്കൊണ്ടിരുന്ന കലകളുടെ കൂട്ടത്തിൽ ഒരിക്കലും മാജിക് പോകാണ്ടിരിക്കട്ടെ. എല്ലാവർക്കും അവർക്കൊക്കെ ഒരുപാട് പേർക്കും ഒരുപാട് ഷോകളും ചെയ്ത് എല്ലാവരുടെയും കുടുംബത്തിൽ ശാന്തിയും സമാധാനം വരാൻ പ്രാർത്ഥിക്കുന്നു. വീടില്ലാത്ത തെരുവിലെ മാജിക് സർക്കസ് കലാകാരന്മാരുടെ 21 കുടുംബങ്ങളാണ് ഇവിടേക്ക് ജീവിതമുറപ്പിക്കുന്നത്. മുതുകാട് സാർ ഇങ്ങനെ ഒരു വീട് വെക്കുന്നു. നമുക്ക് സർക്കസുകാർക്കും മജീഷ്യൻകാർക്കും എല്ലാവർക്കും വേണ്ടി സ്കൂളുകൾ ഇതൊക്കെ നമുക്ക് പണ്ട് സർക്കസിലൊന്നും ചെറുപ്പകാലത്തിലേ വന്നത് കൊണ്ട് വിദ്യാഭ്യാസമൊക്കെ കുറവായിരുന്നു. ഇപ്പോൾ സാറായിട്ട് ആ വിദ്യാഭ്യാസങ്ങളും കൂടി വെക്കുമെന്ന് വെച്ചാൽ പറയാൻ വാക്കുകളില്ലാത്ത സന്തോഷമാണ്. अगर स्कूल के बारे में अगर यहाँ घर होंगे स्कूल भी होते उसके तो और भी अच्छे होंगे क्योंकि अभी मैं तो पढ़ी तो नहीं तब. ഹിജാസ് അഹമ്മദ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.